Good morning, guys. Today we are going to discuss about the topic permeability. I think you know about this term. It is one of the important engineering property of the soil. സോ നെക്സ്റ്റ് നമുക്ക് ആ ഒരു പെർമിയബിലിറ്റി ഓഫ് ദ സോയിൽ അല്ലെങ്കിൽ ആ ഒരു പെർമിയബിലിറ്റി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി എന്താണ് എന്നുള്ളത് ഒന്ന് ഡിഫൈൻ ചെയ്യാം. So the property of the soil by which it permit the flow of fluid through it is called permeability of the soil. അതായത് ഒരു സോയിൽ മാസ് അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യിക്കുന്നുണ്ട് എങ്കിൽ ആ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. സോ യു നോ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? എനി മെറ്റീരിയൽ വിച്ച് ആർ ഏബിൾ ടു ഫ്ലോ ആർ കോൾഡ് ഫ്ലൂയിഡ്സ് അല്ലേ. ഫ്ലോ ചെയ്യാൻ പറ്റുന്ന എല്ലാ മെറ്റീരിയൽസിനെയും നമുക്ക് ഫ്ലൂയിഡ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഒരു സോയിലിൻ്റെ കേസ് പറയുമ്പോഴത്തേനും മെയിൻലി ഫ്ലൂയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വാട്ടറിനെയോ എയറിനെയോ ആണ്. ഓക്കെ, അപ്പോൾ ഈ വാട്ടറിനെയോ എയറിനെയോ ട്രാൻസ്മിറ്റ് ചെയ്യിക്കാനുള്ള സോയിലിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിയെയാണ് നമ്മൾ പെർമിയബിലിറ്റി ഓഫ് സോയിൽ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സോയിലിന് ഹൈ പോറോസിറ്റി ആണെങ്കിൽ, ഹൈ പോറോസിറ്റി എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ അകത്തുള്ള വോയിഡ് സ്പേസ് അല്ലെങ്കിൽ പോർ സ്പേസ് കൂടുതലാണ് എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഹൈ പോറോസിറ്റി ആണെങ്കിൽ ഒരുപാട് വോയിഡ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ അകത്തൂടെ എയറും വാട്ടറും ഒരുപാട് കൂടുതലായിട്ട് ഹൈ റേറ്റിൽ ട്രാൻസ്മിറ്റ് ചെയ്യും. സോ പോറോസിറ്റി കൂടുതലാണെങ്കിൽ പെർമിയബിലിറ്റിയും കൂടുതലായിരിക്കും. എക്സാമ്പിൾ നമുക്ക് സാൻഡ് എന്ന് പറയാൻ പറ്റും. ദെൻ അതുപോലെ അതിൻ്റെ പോറോസിറ്റി കുറവാണ് എങ്കിൽ, അതിൻ്റെ അകത്തുള്ള വോയിഡ്സ് വളരെ ചെറുതാണ് എങ്കിൽ നമുക്ക് എന്താ അതിൻ്റെ അകത്തുള്ള പെർമിയബിലിറ്റി അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റേറ്റും വളരെ കുറവായിരിക്കും. അതിനെ നമുക്ക് ഇംപെർവിയസ് എന്നൊരു ടേം കൊണ്ട് നമുക്കതിനെ മെൻഷൻ ചെയ്യാനും പറ്റും. ഇനി ഈ ഒരു പെർമിയബിലിറ്റി എന്താണെന്ന് നമ്മൾ തിയററ്റിക്കലി ഡിഫൈൻ ചെയ്തു. പക്ഷെ അതിനെ ഒരു ടെക്നിക്കലി ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഒരു എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്ത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡാർസീസ് ലോ എന്താണെന്ന് പഠിക്കണം. സോ നെക്സ്റ്റ് ഇസ് ഡാർസീസ് ലോ. So Darcy's law is an equation that describes the flow of a fluid through a porous medium. പോറസ് മീഡിയം അതായത് എന്താ, ഒരുപാട് വോയിഡ്സ് ഒക്കെ ഉള്ള സ്പേസസ് ഒക്കെ ഉള്ള ഒരു മീഡിയത്തിൽ കൂടെ ഒരു ഫ്ലൂയിഡിൻ്റെ ഫ്ലോയെ കുറിച്ച് അതിനെ എക്സ്പെരിമെൻ്റലി അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ലോയാണ് ഡാർസീസ് ലോ. ഈ ഒരു ലോ അത് ഫോമുലേറ്റ് ചെയ്തത് ഹെൻറി ഡാർസി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ്. അപ്പം അദ്ദേഹം കണ്ടുപിടിച്ചതായതുകൊണ്ട് തന്നെ ഈ ലോയെ നമ്മൾ ഡാർസീസ് ലോ എന്ന് പറയുന്നു. അപ്പം ഈ ഒരു പെർമിയബിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമുക്ക് അറിയാം അല്ലേ. അപ്പം വാട്ടർ സോയിലിൽ ഒഴിക്കുമ്പോൾ അത് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് താഴെ ഇറങ്ങി പോകും എന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് ഒരു എൻജിനീയറിങ് സൈഡിലേക്ക് അല്ലെങ്കിൽ ടെക്നിക്കലി ഇതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തെടുത്തത് അദ്ദേഹമാണ്. അപ്പം ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ബെഡ് ഓഫ് സാൻഡ് വെച്ചിട്ടുള്ളൊരു ബെഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തി നോക്കിയത്. സോ അദ്ദേഹം പറഞ്ഞു, ഈ ഒരു ഡാർസീസ് ലോ states that the velocity of the flow of water through soil is directly proportional to the hydraulic gradient I. അപ്പം ഇതാണ് ആ ലോ. അപ്പം ഇത് അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഇപ്പം ഡാർസീസ് ലോ, അക്കോർഡിംഗ് ടു ഡാർസീസ് ലോ, നമ്മളൊരു സോയിൽ ബെഡ് അല്ലെങ്കിൽ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിൽ കൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ സ്ലോപ്പ്. നിങ്ങൾക്ക് ഗ്രേഡിയൻ്റ് എന്താണ്, സ്ലോപ്പ് എന്താണെന്നൊക്കെ അറിയാമല്ലോ. ആ ഒരു ചരിവ് അതെപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. ആ ചരിവിനനുസരിച്ചായിരിക്കും എന്തായാലും വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. അപ്പം ചരിവ് കൂടുതലാണെങ്കിൽ വെലോസിറ്റിയും കൂടുതലായിരിക്കും. നിരന്ന് കിടക്കുകയെന്നുണ്ടെങ്കിൽ വാട്ടർ ഫ്ലോ ചെയ്യാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാണും ഇല്ലേ. But Darcy's law state that the velocity of flow V of water through soil is directly proportional to the hydraulic gradient I. ഇനി
സോ കുറച്ചുകൂടെ അതിൻ്റെ അകത്ത് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതായത് ഡാർസീസ് ലോയുടെ കണ്ടീഷൻസ് ആണ്. അപ്പം ഡാർസീസ് ലോയുടെ കണ്ടീഷൻ ഒന്ന്, അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഈ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ, അതായത് വാട്ടറിൻ്റെ ഫ്ലോ ത്രൂ ദ സോയിൽ എന്ന് പറയുന്നത് എപ്പോഴും ലാമിനാർ ആയിരിക്കും. സോ ഐ തിങ്ക് യു നോ വാട്ട് ഈസ് ലാമിനാർ ഓർ വാട്ട് ഈസ് ടർബുലൻറ്റ് അല്ലേ. അപ്പം ലാമിനാർ ഫ്ലോ എന്താണ്, ടർബുലൻറ്റ് എന്താണെന്ന് നോക്കുക. അപ്പം അദ്ദേഹം പറഞ്ഞേക്കുന്ന അക്കോർഡിംഗ് ടു ദിസ് ഡാർസീസ് ലോ, നമ്മുടെ ഒരു സോയിൽ സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ കൂടെ ഉള്ള ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും ലാമിനാർ ആയിരിക്കും. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹോമോജീനിയസ് സോയിൽ പ്രൊഫൈലാണ്. അതായത് ഇപ്പോൾ സാൻഡ് ആണെങ്കിൽ അത് സാൻഡ് മാത്രമായിരിക്കും, ക്ലേ ആണെങ്കിൽ അത് ക്ലേ മാത്രമായിരിക്കും. അങ്ങനെ ഹോമോജീനിയസ്, അതായത് ഒരേ ക്യാരക്ടർ, ഒരു ക്യാരക്ടറുള്ള അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഉള്ള സോയിലായിരിക്കും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് ആണ് അദ്ദേഹം ഒരു അസംഷനായിട്ട് എടുത്തേക്കുന്നത്. ദെൻ ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ആ ഒരു വെലോസിറ്റി വി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആയിരിക്കും. അതായത് നമുക്ക് വി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇനി ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വി ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കെ എന്ന് കൊടുക്കുന്നു. സോ വി ഈക്വൽ ടു കെ ഇൻറ്റു ഐ. ഇനി ആ കെ ഈസ് എ കോൺസ്റ്റന്റ്, അതായത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. അതിനെ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി എന്ന് വിളിക്കാം. ഓക്കെ. ഇനി ഈ ഡാർസീസ് ലോ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞ ഈ ഒരു വെലോസിറ്റി എന്ന് പറയുമ്പോൾ, അതായത് ലാമിനാർ ഫ്ലോ ആണെങ്കിൽ, അതായത് ഹോമോജീനിയസ് സോയിൽ കൂടെ ഉള്ള ലാമിനാർ ഫ്ലോ, വാട്ടറിൻ്റെ ആ ഒരു ലാമിനാർ ഫ്ലോയുടെ വെലോസിറ്റിയെ നമുക്ക് സൂപ്പർഫിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇക്വേഷൻ അറിയാലോ, ഡാർസീസ് ലോ അനുസരിച്ച് വി ഇസ് ഈക്വൽ ടു വി പ്രൊപ്പോർഷണൽ ടു ഐ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ കെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊടുത്തു, ദാറ്റ് ഈസ് വി ഈക്വൽ ടു കെ ഐ, ആൻഡ് ദാറ്റ് വി ഈസ് കോൾഡ് സൂപ്പർഫിഷ്യൽ വെലോസിറ്റി ഓർ ഡിസ്ചാർജ് വെലോസിറ്റി, ആൻഡ് കെ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി, ആൻഡ് ഐ ഈക്വൽ ടു ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ്. ഇനി നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണെന്നറിയാം ഇല്ലേ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ അനുസരിച്ച് ക്യൂ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വി ആണ് ഡിസ്ചാർജ്. ക്യൂ ഇസ് ഈക്വൽ ടു ഡിസ്ചാർജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ആണ്. സോ ഈ ക്യൂ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു എ എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ വിയുടെ വാല്യൂ ഡാർസീസ് ലോയിൽ എന്ത് പറയുന്നു എന്ന് വെച്ചാൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഐ ഇൻറ്റു എ എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ആൻഡ് എ ഈസ് ഈക്വൽ ടു ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് സോയിൽ. ആൻഡ് ആ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സോയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സോയിലിൻ്റെ പാർട്ടിക്കിൾസും ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നമുക്കുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, വോയിഡ് സ്പേസും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആ ടോട്ടൽ ഏരിയ ആണ് എ എന്ന് എടുത്തേക്കുന്നത്. ഇനി ആ ഇക്വേഷൻ തന്നെ നിങ്ങൾ വീണ്ടും നോക്കുക, അതായത് നമ്മുടെ ഡാർസീസ് ഇക്വേഷൻ നോക്കുക. വി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഐ എന്നാണ് ഇക്വേഷൻ. ഈ ഐ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ആണ്, അതായത് സ്ലോപ്പാണ്. അപ്പം നമ്മൾ ഈ സ്ലോപ്പ് 1 ആക്കി കൊടുക്കുകയാണെങ്കിൽ, സ്ലോപ്പ് 1 ആവുകയാണെങ്കിൽ വി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഐ, ഐക്ക് പകരം നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് വി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ വി ഇസ് ഈക്വൽ ടു കെ അല്ലെങ്കിൽ കെ ഈക്വൽ ടു വി എന്ന് നമുക്ക് എഴുതാം. Hence, the coefficient of permeability can be defined as the velocity of flow occurring in the soil for a unit hydraulic gradient. അങ്ങനെയാണ് എങ്കിൽ അതായത് K is equal to V. അപ്പം നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്തായിട്ട്, ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ സ്ലോപ്പ് എപ്പോഴാണോ യൂണിറ്റി ആവുന്നത്, 1 ആവുന്നത്, അപ്പം ആ സമയത്തുള്ള വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി കെ എന്ന് പറയുന്നത്. ഇനിയാ യൂണിറ്റ് നോക്കുക. യൂണിറ്റ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി കെ ഈക്വൽ ടു mm/s ഓർ cm/s ഓർ m/day. The next is discharge velocity and seepage velocity. ഡിസ്ചാർജ് വെലോസിറ്റിയും സീപ്പേജ് വെലോസിറ്റി ആണ്. ഇതിൻ്റെ അകത്ത് ഡിസ്ചാർജ് വെലോസിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചാണ് അല്ലേ. ഡിസ്ചാർജ് വെലോസിറ്റി ഇപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഡിസ്ചാർജ് വെലോസിറ്റി ഓർ സൂപ്പർഫിഷ്യൽ വെലോസിറ്റി ആണ് നമ്മൾ ആ വി ഈക്വൽ ടു കെ ഐ എന്ന് പറയുന്നത്. അതായത്
ഡാർസീസ് ലോ അനുസരിച്ച് ഒരു സോയിൽ ഫീൽഡ് അല്ലെങ്കിൽ സോയിൽ മാസിൽ കൂടെ ലാമിനാറായിട്ട് വാട്ടർ ഫ്ലോ ചെയ്യുമ്പോഴത്തേനും അവിടെ ഉണ്ടാവുന്ന ആ ഒരു വെലോസിറ്റി ആണ് നമ്മൾ ഡിസ്ചാർജ് വെലോസിറ്റി അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടെ ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്ത് നമുക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ ഡിസ്ചാർജ് വെലോസിറ്റി ഇസ് ദ വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ് ഇൻ യൂണിറ്റ് ടൈം അക്രോസ് ദ യൂണിറ്റ് ക്രോസ് സെക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ. അതായത് ഓക്കെ, അത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദെൻ നെക്സ്റ്റ് സീപേജ് ഫ്ലോയും കൂടെ ഒന്ന് നോക്കുക. സീപേജ് ഫ്ലോ എന്ന് പറയുമ്പം ഈസ് ദ വോളിയം ഓഫ് ദ വാട്ടർ ഫ്ലോയിങ് ഇൻ യൂണിറ്റ് ടൈം അക്രോസ് ദ യൂണിറ്റ് സർഫസ് ഏരിയ ഓഫ് അവൈലബിൾ വോയിഡ്സ്. ആ വ്യത്യാസം അതാണ്. അതായത് ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേനും വാട്ടർ ഫ്ലോ ചെയ്യുന്നു ത്രൂ ദ എൻറ്റയർ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അതായത് അതിൻ്റെ അകത്ത് ആ സോയിൽ മാസിൻ്റെ ഏരിയയും, സോയിൽ മാസിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ആ സോയിലിൻ്റെ പാർട്ടിക്കിളിൻ്റെ ഏരിയ പ്ലസ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വോയിഡിൻ്റെ ഏരിയയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. അതാണ് ഡിസ്ചാർജ് വെലോസിറ്റി. ദെൻ സീപേജ് ഫ്ലോ എന്ന് പറയുമ്പോഴത്തേനും സോയിൽ പാർട്ടിക്കിൾസിൻ്റെ അകത്തൂടുള്ള ഫ്ലോ നോക്കത്തില്ല. ആ സോയിൽ പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്കത്തെ ആ വോയിഡ്സിൽ കൂടെയുള്ള വാട്ടറിൻ്റെ ഫ്ലോ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. എപ്പോഴും ഡിസ്ചാർജ് വെലോസിറ്റി ഗ്രേറ്റർ ദാൻ സീപേജ് വെലോസിറ്റി ആയിരിക്കും. സീപേജ് വെലോസിറ്റിനേക്കാളും കൂടുതലായിരിക്കും ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേനും ടോട്ടൽ ഏരിയയിൽ കൂടെയുള്ള ഫ്ലോ ഓഫ് വാട്ടറിൻ്റെ വെലോസിറ്റിയാണ്. ടോട്ടൽ ഏരിയ, അതായത് അതിൻ്റെ അകത്ത് സോയിൽ പാർട്ടിക്കിൾസിൻ്റെ ഏരിയ പ്ലസ് വോയിഡ്സിൻ്റെ ഏരിയ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതേസമയം സീപേജ് വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേനും സീപേജ് വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു വോയിഡ് സ്പേസിൻ്റെ അകത്തൂടെ മാത്രമുള്ളത്. വോയിഡ്സ് സോയിൽ പാർട്ടിക്കിൾസിനെ കൺസിഡർ ചെയ്യത്തില്ല. ആ സോയിൽ പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്കത്തുള്ള സ്പേസിൽ കൂടെ മാത്രമുള്ള വാട്ടറിൻ്റെ ഫ്ലോയെ നമ്മൾ സീപേജ് വെലോസിറ്റി എന്ന് പറയുന്നു. സോ ആ വോയിഡ്സിലൂടെ ഉള്ള വാട്ടറിൻ്റെ ഫ്ലോയെ സീപേജ് ഫ്ലോ എന്ന് വിളിക്കുന്നു. ദെൻ സീപേജ് വെലോസിറ്റിയും ഡിസ്ചാർജ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ നോക്കുക. സോ ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറയുമ്പം നമുക്ക് സിമ്പിളായിട്ട് V = Q ബൈ എ എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? V = Q/A എന്ന് നമ്മൾ സിമ്പിളായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഡിസ്ചാർജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതാൻ പറ്റും. അതേസമയം സീപേജ് വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് വി എസ് എന്ന് പറയുമ്പം സീപേജ് വെലോസിറ്റി Q/A/S എന്ന് വരും. അപ്പം അവിടെയാണ് ആ വ്യത്യാസം. ശരിക്കും ഡിസ്ചാർജ് വെലോസിറ്റിയിൽ നമ്മൾ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയയാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ AS മാത്രം, അതായത് ഏരിയ ഓഫ് ദ വോയിഡ്സ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. VS = Q/AS. ഇനി ഈ ഒരു ഡിസ്ചാർജ് വെലോസിറ്റിയും സീപേജ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് VS, അതായത് സീപേജ് വെലോസിറ്റി = ഡിസ്ചാർജ് വെലോസിറ്റി /N. N എന്ന് പറയുമ്പോൾ എന്താണ്? പോറോസിറ്റി. ദെൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്, അതായത് ആ ഒരു സീപേജ് വെലോസിറ്റിയും ഡിസ്ചാർജ് വെലോസിറ്റിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അത് എന്താണെന്ന് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു ഇമേജ് ആ ഒരു സ്ലൈഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഫസ്റ്റ് ഫിഗറാണ് ആ ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ക്ലേയുടെ ബെഡ് അല്ലെങ്കിൽ ഒരു സാൻഡിൻ്റെ ബെഡ് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൂടെയുള്ള കംപ്ലീറ്റ് ഫ്ലോ, സാൻഡ് പാർട്ടിക്കിൾസിൽ കൂടെയും അതിൻ്റെ ഇടയ്ക്കത്തെ വോയിഡ്സിൽ കൂടെയും ഒക്കെ ഉള്ള കംപ്ലീറ്റ് ഫ്ലോയും ഉള്ളതിൻ്റെ ആ കംപ്ലീറ്റ് ഫ്ലോയുടെ വെലോസിറ്റിനെയാണ് നമ്മൾ ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതേസമയം സീപേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടോ, അതിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്കൂടെ കറക്റ്റ് ആ വോയിഡ്സിൽ കൂടെ മാത്രം ഉള്ള ഫ്ലോയുടെ വെലോസിറ്റിയാണ് സീപേജ് വെലോസിറ്റി. ആ വോയിഡ്സിൻ്റെ ഇടയ്ക്കൂടെ മാത്രമുള്ള ഫ്ലോയെ നമ്മൾ സീപേജ് ഫ്ലോ എന്നും വിളിക്കുന്നു. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിക്കോ. ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ടോട്ടൽ ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്. ടോട്ടൽ ഏരിയക്കകത്തൂടെയുള്ള ഫ്ലോയുടെ വെലോസിറ്റി ഡിസ്ചാർജ് വെലോസിറ്റിയും, സീപേജ് വെലോസിറ്റി എന്ന് പറയുമ്പോഴത്തേനും ആ വോയിഡ്സിൻ്റെ ഇടയ്ക്കൂടെയുള്ള ഫ്ലോയുടെ മാത്രം വെലോസിറ്റി. സോ നെക്സ്റ്റ് നിങ്ങളുടെ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നുള്ള നിങ്ങളുടെ സെക്കൻഡ് അസൈൻമെൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർമിയബിലിറ്റി ഓഫ് സോയിൽ. അതായത് ഈ ഒരു പെർമിയബിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് എഴുതാനാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ് 2. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടിയിട്ടൊരു ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. ആ ഹിൻഡ് എന്ന് പറയുന്നത്
ഏതൊക്കെയാണ് പെർമിയബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പാർട്ടിക്കിൾ സൈസ്, സ്ട്രക്ചർ ഓഫ് സോയിൽ മാസ്, ദെൻ ഷേപ്പ് ഓഫ് ദ പാർട്ടിക്കിൾ, വോയിഡ് റേഷ്യോ, ദെൻ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, അബ്സോർബ്ഡ് വാട്ടർ, ഇമ്പ്യൂരിറ്റീസ് ഓഫ് വാട്ടർ ആൻഡ് എൻട്രാപ്ഡ് എയർ. സോ ഇങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫാക്ടേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അസൈൻമെൻ്റ് എന്ന് പറയുന്നത് ഈ ഓരോ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഈ ഓരോ ഫാക്ടേഴ്സ് എങ്ങനെയാണ് പെർമിയബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് എഴുതാനാണ്. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഫസ്റ്റ് വൺ പാർട്ടിക്കിൾ സൈസ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, പാർട്ടിക്കിൾ സൈസ് കൂടുന്ന അനുസരിച്ച് എന്ത് പറ്റും? ആ ഒരു സ്പേസും കൂടും അല്ലേ? വോയിഡ് സ്പേസ് അല്ലെങ്കിൽ പോർ സ്പേസ് കൂടി വരും. എക്സാമ്പിൾ നമുക്ക് സാൻഡ് പറയാൻ പറ്റും. അപ്പം ആ ഒരു പാർട്ടിക്കിൾ സൈസ് കൂടുന്ന അനുസരിച്ച് അതിൻ്റെ അകത്ത് സ്പേസ് കൂടുന്നതനുസരിച്ച് വാട്ടറും എയറും പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ആവും. അതായത് പെർമിയബിലിറ്റി കൂടുന്നു. ഇനി പാർട്ടിക്കിൾ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലേ എക്സാമ്പിളായിട്ട് പറയാം. പാർട്ടിക്കിൾ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള സ്പേസ് വളരെ കുറവായിരിക്കും. അതിനനുസരിച്ച് വാട്ടറും എയറും വളരെ സ്ലോ ആയിട്ട് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്താ, പാർട്ടിക്കിൾ സൈസ് കുറയുന്നതനുസരിച്ച് പെർമിയബിലിറ്റി കുറയുന്നു. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫാക്ടേഴ്സ് എങ്ങനെയാണ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസിനെ, പെർമിയബിലിറ്റി എന്ന് പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നുള്ളത് എഴുതുന്നതാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ്. ഓക്കെ, താങ്ക് യു.